ഹായ് ഓൾ, വെൽക്കം ടു കെമാക്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷൻസ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഏതൊക്കെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ് കോൺസെൻട്രേഷൻ എന്ന് അറിയണം. കോൺസെൻട്രേഷൻ ഈസ് ദി amount of solute present per unit mass of solvent or solution. ഓക്കെ, ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ആണ് കോൺസെൻട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നുണ്ടായിരിക്കും. ഷുഗർ സൊല്യൂഷൻ എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കുടിക്കുമ്പോൾ നല്ല മധുരം തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ സൊല്യൂഷൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയും. ചിലപ്പോഴൊക്കെ മധുരം കുറവ് തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ ആ സൊല്യൂഷൻസിനെ ഡൈല്യൂട്ടാണ് സൊല്യൂഷൻ എന്ന് പറയും. ഇത് രണ്ടിലുള്ള വ്യത്യാസം പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ എമൗണ്ടിലുള്ള വ്യത്യാസമാണ്. വാട്ടർ എമൗണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് എത്ര എമൗണ്ട് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. കോൺസെൻട്രേഷൻസിനെ നമുക്ക് പല മെത്തേഡ്സ് വഴി എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ മെത്തേഡ്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള സൊല്യൂട്ട് എത്ര മാസ് ഉണ്ട് അത് പെർസെൻറ്റേജിൽ പറയുന്നു. മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ പഠിക്കണം. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതേപോലെ നമുക്ക് സോൾവെൻ്റ് മാസ് പെർസെൻറ്റേജും പറയാം. മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. 10 ഗ്രാം ഗ്ലൂക്കോസ് എടുക്കുന്നു, 90 ഗ്രാം വാട്ടർ എടുക്കുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്യിക്കുന്നു. ടോട്ടൽ നമുക്ക് 100 ഗ്രാം സൊല്യൂഷൻ കിട്ടുന്നു. ഇതിൽ ഏതാണ് സൊല്യൂട്ട് ഏതാണ് സോൾവെൻറ്റ് എന്ന് നമുക്ക് അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് കമ്പോണൻസ് തരികയാണെങ്കിൽ ഏതാണ് കുറച്ച് എമൗണ്ട് വരുന്നത് അതാണ് സൊല്യൂട്ട്, ഏതാണ് കൂടുതൽ എമൗണ്ട് വരുന്നത് അതാണ് സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. കാരണം ഗ്ലൂക്കോസ് 10 ഗ്രാമേ ഉള്ളൂ, ദെർഫോർ അതാണ് സൊല്യൂട്ട് വരുന്നത്. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ഗ്ലൂക്കോസ്, നമുക്ക് 10 തന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് വരുന്നത് 100 ആൻഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10% ആണ് ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് വരുന്നത്. അതേപോലെ തന്നെ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് നോക്കാം. സോൾവെൻറ്റ് നോക്കുമ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ്, ഇവിടുത്തെ സോൾവെൻറ്റ് വാട്ടർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന മാസ് 90 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈസ് 100 ഇൻറ്റു 100. കട്ട് ചെയ്യുമ്പോൾ 90%. സോ 10% ഗ്ലൂക്കോസ് ആണ്, 90% ആണ് ഇവിടുത്തെ വാട്ടർ. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. വാട്ട് ഈസ് ദ വെയ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ സൊല്യൂഷൻ ഇൻ വിച്ച് 10 gram of urea is dissolved in 90 gram of water. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ എന്താണെന്ന് നമുക്കറിയാം. മാസ് ഓഫ് യൂറിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ഇവിടെ യൂറിയയുടെ മാസ് 10 ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ മാസ് എങ്ങനെയാണ് വരിക? 10 സൊല്യൂട്ടും 90 വാട്ടറും കൂടി എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 100 വരും അല്ലേ. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇസ് 100 ആൻഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10% എന്നായിരിക്കും വരിക. മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ ഈസ് 10%. ഓക്കെ, ദ മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ നമുക്ക് 10% കിട്ടി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് വോളിയം പെർസെൻറ്റേജ് ആണ്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മാസ് പെർസെൻറ്റേജ് പറഞ്ഞപ്പോൾ മാസ് വെച്ചിട്ട് പറഞ്ഞു. ഇവിടെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വോളിയം വെച്ചിട്ട് വേണം പറയാനായിട്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഈസ് ദ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതുപോലെ വോളിയം പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. 10 ml HCl എടുക്കുന്നു, 90 ml വാട്ടർ എടുക്കുന്നു. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 ml സൊല്യൂഷനാണ് കിട്ടുന്നത്. ഇവിടെ നമുക്കറിയാം സൊല്യൂട്ട് വരുന്നത് HCl ആണ്, കാരണം അതാണ് ഏറ്റവും ചെറിയ എമൗണ്ട് വരുന്നത്.
സോ വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്, അതായത് HCl എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂട്ട് 10 ml ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം വരുന്നത് 100 ആണ് ഇൻറ്റു 100. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10% HCl ആയിരിക്കും വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സോൾവെന്റിന്റെ നോക്കാം. സോൾവെന്റ് എന്ന് പറയുമ്പോൾ 90 ml ആണ് വാട്ടർ. സോ വോളിയം ഓഫ് സോൾവെന്റ് ഇസ് 90 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇസ് 100 ഇൻറ്റു 100. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 90% എന്ന് വരും. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ് ഇസ് 10% ആൻഡ് സോൾവെൻറ്റിൻ്റെ വോളിയം പെർസെൻറ്റേജ് 90%. അപ്പോൾ ഇതാണ് വോളിയം പെർസെൻറ്റേജ് മെത്തേഡ് വഴിയും നമുക്കൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്. മൂന്നാമത്തെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എഗെയിൻ നമുക്ക് 10 ഗ്രാം സൊല്യൂട്ട് 100 ml സൊല്യൂഷനിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് ദിസ് സൊല്യൂഷൻ എന്ന് പറയാം മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ 10 ഗ്രാം ആണ് ഡിവൈഡഡ് ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് 100 ml ഇൻറ്റു പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 ചെയ്യണം. രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10% ആണ് ഇവിടുത്തെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് ഈസ് പാർട്സ് പെർ മില്യൺ മെത്തേഡാണ്, PPM എന്ന് പറയും. പാർട്സ് പെർ മില്യൺ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ്. Okay, it is the parts per million is the mass of component divided by mass of solution into 10 raised to 6. 10 raised to 6 റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷനെ ഈ ഒരു മെത്തേഡ് വഴി കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നാലാമത്തെ പാർട്സ് പെർ മില്യൺ. അഞ്ചാമത്തെ മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് one component to the total number of moles present in the solution. നമുക്കിതാ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നു. മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ്. ഏത് കമ്പോണൻ്റാണ് മോൾ ഫ്രാക്ഷൻ കാണുന്നത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻറ്റ്സ്. അതിലുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും ടോട്ടലായിട്ട് നമ്പർ ഓഫ് മോൾസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൈനറി മിക്സർ എടുക്കുകയാണ്, എയും ബിയും രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു ബൈനറി മിക്സർ. ഇഫ് NA is the number of moles of A and NB is the number of moles of B, then mole fraction of A ഇത് ആക്ച്വലി chi A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. chi A is equal to number of moles of A NA divided by total number of moles of all the components. രണ്ട് കമ്പോണൻസ് ആയതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ NA plus NB. അതേപോലെ XB മോൾ ഫ്രാക്ഷൻ ഓഫ് B നമുക്ക് കാണാൻ പറ്റും. chi B is equal to number of moles of B divided by total number of moles, that is NA plus NB. അപ്പോൾ നമുക്ക് എത്ര കമ്പോണൻസ് ഉണ്ടോ ആ കമ്പോണൻസിൻ്റെ ഒക്കെ മോൾ ഫ്രാക്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇനി രണ്ട് കമ്പോണൻസ് ആണ് നമ്മുടെ സൊല്യൂഷൻസ് ഉള്ളെങ്കിൽ ആ രണ്ട് കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. സോ ഇതൊരു എക്സ്പ്രഷനാണ്. chi A plus chi B is equal to 1 ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കാം. chi A കണ്ടുപിടിക്കണമെങ്കിൽ 1 മൈനസ് chi B, ഈ പ്ലസ് chi ബിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും മൈനസ് chi B. അതുപോലെ chi B is equal to 1 മൈനസ് chi A. ഓക്കെ, ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അഞ്ചാമത്തെ മെത്തേഡ് മോൾ ഫ്രാക്ഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. രണ്ട് കമ്പോണൻസ് ആണെങ്കിൽ ഇങ്ങനെ വരും. XA plus XB ഇങ്ങനെയാണ്. അതിൽ നിന്ന് XAയും XBയും കണ്ടുപിടിക്കാവുന്നതാണ്. So this is the fifth method for expressing concentration of the solution. Then sixth method is the molarity. Molarity important ആണ് കേട്ടോ. ക്യാപിറ്റൽ M വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. It is the number of moles of solute dissolved in 1 liter of solution. Molarity M is equal to number of moles of solute. Solute number of moles divided by വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കതിനെ പ്രോബ്ലം ചെയ്യാനായിട്ട് കുറച്ചും കൂടി വേറെ രീതിയിൽ നല്ലൊരു രീതിയിൽ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി രണ്ട് കമ്പോണൻസ് എയും ബിയും രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു ബൈനറി സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എ ആണ് നമ്മൾ സോൾവെൻ്റ് ആയിട്ട് പറയുന്നത്,
ബി ആണ് സൊല്യൂട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഗിവൺ മാസ് അല്ലെങ്കിൽ ഗിവൺ വെയിറ്റ് നമ്മൾ ജനറലി W എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഡിവൈഡഡ് ബൈ മോളാർ മാസിന് നമ്മൾ ക്യാപിറ്റൽ M വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇത് സൊല്യൂട്ടിന്റെ ആയതുകൊണ്ട് WB/MB എന്ന് കൊടുക്കും. ഓക്കെ, ഈ പോർഷനാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടോ, V അടിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജനറലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വോളിയം ഒക്കെ ML മില്ലി ലിറ്ററിലാണ് പറയുക. അതുകൊണ്ടാണ് മുകളിൽ into 1000 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് WB/MB into 1000/V അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇത് നോക്കിയേ, 1 gram മോളുള്ള സബ്സ്റ്റൻസ് 1 ലിറ്റർ സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരിക? നമ്പർ ഓഫ് മോൾസ് 1, വോളിയം 1 ലിറ്റർ ആണെങ്കിൽ നമുക്ക് മൊളാരിറ്റി എന്ത് പറയും? 1 മോളാർ സൊല്യൂഷൻ ആണെന്ന് പറയാം. ആൻഡ് ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം വോളിയം ഇസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വോളിയത്തിൽ ചേഞ്ച് വരും. വോളിയം നമ്മുടെ മൊളാരിറ്റിയിൽ വരുന്നത് കൊണ്ട് നമ്മൾ മൊളാരിറ്റി ഈസ് ഓൾസോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. സോ 6th മെത്തേഡാണ് മൊളാരിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഇതിൽ എപ്പോഴും പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതാവും നോക്കൂ, 3.65 gram HCl ഗ്യാസ് 100 ml aqueous സൊല്യൂഷനിൽ മിക്സ് ചെയ്തിരിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് ദി മൊളാരിറ്റി? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് എഴുതുന്നു, മൊളാരിറ്റി എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. മൊളാരിറ്റി എമ്മിൻ്റെ ഇക്വേഷനിൽ WB എന്ന് പറയുന്നത് ഗിവൺ മാസ് ആണ്, അത് 3.65 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. മോളാർ മാസ് ആണ് MB എന്ന് പറയുന്നത്. HCl ഒരു മോളിക്യൂളിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് അതിലുള്ള ആറ്റംസിന്റെ അറ്റോമിക് മാസസിന്റെ അഡീഷൻ ആയിരിക്കും. ഇപ്പൊ HClന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്ലസ് മാസ് ഓഫ് ക്ലോറിൻ ആറ്റം ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1 ആണ്, ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് 35.5 ആണ്. നമുക്ക് എന്ത് കിട്ടും? 36.5 കിട്ടും. MB നമ്മൾ 36.5 റെപ്രസെന്റ് ചെയ്തു. ആൻഡ് വോളിയം ML ആണ്, 100 ml നമുക്ക് തന്നിട്ടുണ്ട്. 100 into 1000 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മോളാർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് മൊളാരിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. മൊളാരിറ്റിയുടെ പ്രോബ്ലംസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് കേട്ടോ. 7ാമത്തെ മെത്തേഡാണ് മൊളാലിറ്റി. മൊളാലിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെന്റ്. നമ്മൾ മൊളാരിറ്റി പറഞ്ഞപ്പോഴും മുകളിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്, പക്ഷെ അടിയിൽ വന്നത് വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് വരുന്നത്. അതാണ് വ്യത്യാസം, അത് പഠിച്ചു വയ്ക്കാം. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ നോക്കൂ, നമ്പർ ഓഫ് മോൾസ് ഇങ്ങനെ തന്നെ WB/MB into 1000 മാസ് ഓഫ് സോൾവെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, A സോൾവെന്റും B സൊല്യൂട്ടും ആണ്. മാസ് ഓഫ് സോൾവെന്റിന് WA എന്നാണ് പറയാം. നമുക്ക് ബൈ ഡെഫിനിഷൻ മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാമിൽ പറയണം. പക്ഷെ നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമിലാണ് തരിക. അതുകൊണ്ടാണ് മുകളിൽ 1000 കൊടുത്തിരിക്കുന്നത്. Therefore നമുക്ക് മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഈസ് WB/MB into 1000/WA. നോക്കൂ, 1 gram നമ്പർ ഓഫ് മോൾസ് 1 ആണ്, മാസ് ഓഫ് സോൾവെന്റ് 1 kilogram ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഇസ് 1 മോളാർ. അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, മൊളാലിറ്റി ആണ് മോസ്റ്റ് കൺവീനിയൻറ്റ് മെത്തേഡായിട്ട് പറയുന്നത്. കാരണം വോളിയം കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇറ്റ് ഓൾസോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. മാസ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുന്നില്ല. ദെർഫോർ മൊളാലിറ്റിയിൽ മാസ് വരുന്നത്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ 7th വൺ ഈസ് മൊളാലിറ്റി. മൊളാലിറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ്, അതായത് 8th വൺ ആണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. നോർമാലിറ്റി നമ്മൾ ക്യാപിറ്റൽ N വെച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഈക്വിവലൻസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ദി സൊല്യൂഷൻ. നോർമാലിറ്റിനെ നമുക്ക് നമ്പർ ഓഫ് ഗ്രാം ഈക്വിവലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, നമ്പർ ഓഫ് ഗ്രാം ഈക്വിവാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് വെയിറ്റ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ് ഡിവൈഡ് ബൈ ആ സബ്സ്റ്റൻസിന്റെ ഇക്വാലന്റ് വെയിറ്റ്, അതാണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വിവാലൻസ് എന്ന് പറയുന്നത്.
ആൻഡ് വോളിയം ലിറ്ററിൽ വേണം. ഇഫ് നമ്മൾ വോളിയം എം എൽ എടുക്കുന്നെങ്കിൽ മുകളിൽ 1000 കൂടെ കൊടുക്കാം. സോ നോർമാലിറ്റി എന്താണ് അതിൻ്റെ ഇക്വേഷനും കൂടെ പഠിച്ചു വയ്ക്കാം. ഈ 8 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ നോട്ടുണ്ട്. ഇതിൽ മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇതൊക്കെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇതിലൊന്നും വോളിയം ടൈം വരുന്നില്ല. പക്ഷെ മൊളാരിറ്റി, അതുപോലെ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇതിലൊക്കെ വോളിയം ടേം വരുന്നുണ്ട്. ആൻഡ് വോളിയം ഡിപ്പെൻഡ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് വോളിയത്തിൽ ചേഞ്ചസ് വരും. അതുകൊണ്ട് തന്നെ മൊളാരിറ്റി ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് ഓൾസോ എ ടെമ്പറേച്ചർ ഫങ്ഷനാണ്. ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ടേംസിൽ പറയണേ. സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത പോർഷൻസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.